നമ്മൾ ഇന്ന് പോകുന്നത് HAL ഹെറിറ്റേജ് സെൻറ്റർ ആൻഡ് എയ്റോസ്പേസ് മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ആദ്യം നമ്മൾ പുറത്തുനിന്ന് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 70 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനിയിപ്പോൾ നമുക്ക് DSLR ക്യാമറ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ 100 രൂപയാണ് അവർ ടിക്കറ്റിന് ചാർജ് ചെയ്യുന്നത്. HAL എയ്റോസ്പേസ് മ്യൂസിയം ഇന്ത്യയിലെ ആദ്യത്തെ എയ്റോസ്പേസ് മ്യൂസിയമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിലെ ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക് ലിമിറ്റഡിൻ്റെ അണ്ടറിലാണ്. 4 ഏക്കറോളം വരുന്ന വലിയൊരു സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ മ്യൂസിയവും അതുപോലെ തന്നെ HALൻ്റെ എയർപോർട്ടും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയൊരു സ്പേസിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ മ്യൂസിയത്തിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുന്നത് 60 വർഷമായിട്ടുള്ള ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഒരു വളർച്ചയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഒരുപാട് എയർക്രാഫ്റ്റുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ, ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ, ഹെലികോപ്റ്ററുകൾ, ഇതൊക്കെയുള്ള മോഡലുകളാണ് ഇവിടെ ഉള്ളത്. ആദ്യ ഭാഗത്ത് മുഴുവനായിട്ടും ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവയുടെ വലിയൊരു ശേഖരമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓരോ എയർക്രാഫ്റ്റുകളുടെയും പ്രത്യേകതകളും അതിൻ്റെ എൻജിനുകളെ പറ്റിയിട്ടുള്ളതും അതിൻ്റെ സ്പീഡ്, അതിൻ്റെ എല്ലാ പ്രത്യേകതകളും ഓരോ എയർക്രാഫ്റ്റുകളുടെ മോഡലിൻ്റെയും താഴെ അവർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്കത് വായിച്ച് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പ്രത്യേകതകളും മനസ്സിലാക്കാനുള്ള വലിയൊരു അവസരം തന്നെയാണ് ഇവിടെ ഇവർ നൽകിയിട്ടുള്ളത്. എയർക്രാഫ്റ്റുകളെ കുറിച്ചിട്ടും അതുപോലെ എയറോനോട്ടിക്സിനെ കുറിച്ചിട്ടൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഒരുപാട് ഇഷ്ടം തോന്നുന്ന ഒരു സ്ഥലം തന്നെയായിരിക്കും ഇത്. കാരണം ഓരോ എഞ്ചിനുകളെ കുറിച്ചിട്ടും ഓരോ എയർക്രാഫ്റ്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളാണ് ഇവരിവിടെ കൊടുത്തിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുന്നേ ഇവർ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് എയർക്രാഫ്റ്റുകളെ കുറിച്ചിട്ടും നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെയുള്ളത് HALൻ്റെ തന്നെ ഹെർബൽ ഗാർഡൻ ആണ്. ഹെർബൽ ഗാർഡനിൽ നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരുപാട് തരത്തിലുള്ള കുറേ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവരുടെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. അത് രണ്ടാമത്തെ ഇപ്പം പോയതൊക്കെ വീണ്ടും അവർ റീപ്ലാന്റ് ചെയ്തിട്ടുള്ളൊരു സമയത്താണ് ഞങ്ങൾ പോയത്. അപ്പോൾ എല്ലാം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ എയർക്രാഫ്റ്റുകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ വായിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു ഹെലികോപ്റ്ററാണിത്. എന്തുകൊണ്ടോന്ന് എനിക്കറിയില്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഹെലികോപ്റ്ററാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതെന്തോ കുറച്ചുകൂടി ഒരു സ്ട്രൈക്ക് ചെയ്തതുപോലെ എനിക്ക് തോന്നിയൊരു എയർക്രാഫ്റ്റാണ് ഇത്. ഞങ്ങളുള്ള പോയ സമയത്ത് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കൂടുതലായിട്ടും ഫാമിലിയും കുട്ടികളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് കുട്ടികൾക്ക് ഇതൊരുപാട് ഇഷ്ടപ്പെടും. കാരണം ചെറിയ കുട്ടികൾ അവരുടെ ആ ഒരു ഗ്രോത്തിൻ്റെ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ അവർ യൂസ് ചെയ്യുന്ന ടോയ്സിലൊക്കെ മിക്കവാറും ഹെലികോപ്റ്ററുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരിക്കും, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നൊരു സ്ഥലമായിരിക്കും. അതുപോലെ തന്നെ ഈ എയർക്രാഫ്റ്റുകളെ കുറിച്ചിട്ട് പഠിക്കാനും അത് കാണാനും ഇഷ്ടപ്പെടുന്ന അഡൽസിനും അതുപോലെ തന്നെ ഒരു ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെയായിരിക്കും ഈ HAL മ്യൂസിയം എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞത് റഡാറും അതുപോലെ തന്നെ PSLVയുടെ ഒരു ഭാഗമാണ്. ഇതൊക്കെ നമുക്ക് റെയറായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു വിസിറ്റ് എന്ന് പറയുന്നത് നമുക്കിതൊക്കെ കാണാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ്. പിന്നീടുള്ളത് സുവനീർ ഷോപ്പുകളാണ്. ഇപ്പോൾ നമ്മൾ ഏതൊരു യാത്ര ചെയ്യുമ്പോഴും എല്ലായിടത്തും കാണുന്ന ഒന്നാണ് സുവനീർ ഷോപ്പുകൾ. ഇവിടെ ക്യാമറ അധികം അലൗഡ് അല്ലാത്തത് കൊണ്ട് കൂടുതലായിട്ടൊന്നും എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏതൊരു യാത്രയും നമ്മൾ മെമ്മറീസ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് അവിടെ മെയിനായിട്ട് ആ സുവനീർ ഷോപ്പുകളിൽ ഉണ്ടായിട്ടുള്ളത് എയർക്രാഫ്റ്റുകളുടെ ചെറിയ ചെറിയ മോഡലുകളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കതൊക്കെ ശേഖരിക്കാം, നമുക്ക് ആ മെമ്മറീസ് കളക്ട് ചെയ്യാം. പിന്നെയെന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു അറ്റ്മോസ്ഫിയറും നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോകുന്നത് ഒരു ഹാളിലേക്കാണ്. ഈ ഹാളിലെന്ന് പറയുന്നത് മെയിനായിട്ടും ഈ എയർക്രാഫ്റ്റുകളുടെ എൻജിനുകളുടെ ക്രോസ് സെക്ഷനും അതുപോലെയുള്ള എൻജിനുകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരുപാട് രീതിയിലുള്ള എയർക്രാഫ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ആ എയർക്രാഫ്റ്റുകൾക്കുള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എഞ്ചിനുകൾ, എല്ലാ എഞ്ചിനുകളും ഒരുപോലെയല്ല. എല്ലാ എഞ്ചിൻസിൻ്റെയും കപ്പാസിറ്റി, ഫങ്ഷൻസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. അതൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ എഞ്ചിൻ്റെയും പ്രത്യേകതകൾ, അത് ഏത് വർഷത്തിലാണ് അവർ മാനുഫാക്ചർ ചെയ്തത്, അത് ഏതൊക്കെ എയർക്രാഫ്റ്റുകളിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഓരോന്നിൻ്റെയും ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ നമുക്കവിടെ കാണാൻ പറ്റും. പിന്നീടുള്ള കാണാൻ പറ്റുന്ന ഇജക്ഷൻ സീറ്റാണ്. അതായത് ഫൈറ്റർ ജെറ്റുകളിൽ കാണപ്പെടുന്ന ഇജക്ഷൻ സീറ്റ്. ഈ ഇജക്ഷൻ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റുകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിക്കുന്ന സമയത്ത് ഈ പൈലറ്റിനോ അല്ലെങ്കിൽ നാവിഗേറ്ററിനോ സേഫായിട്ട് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. പിന്നീട് ഞങ്ങൾ പോയത് സിമുലേറ്റർ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേങ്കിൽ ഞങ്ങൾ പോയ സമയത്ത് ഈ സിമുലേറ്റർ വർക്കിംഗ് ആയിരുന്നില്ല.
ഈ സിമുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ പൈലറ്റ് സീറ്റിൽ ഇരുന്നിട്ട് നമ്മൾ ആ എയർക്രാഫ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫീൽ, അതായത് നമ്മളാണ് അത് ഓടിക്കുന്നത്, അതുപോലെ തന്നെ നമുക്ക് ആ എൻവിയോൺമെൻറ്റ്, ആ ഫ്ലൈറ്റ് പോകുന്ന എൻവിയോൺമെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് ഫ്ലൈറ്റ് സിമുലേറ്റർ എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ അത് കംപ്ലൈൻറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റാത്തതിൽ വലിയ വിഷമം തോന്നി. പിന്നീട് ഞങ്ങൾ പോയത് അടുത്ത ഹാളിലേക്കാണ്. അടുത്ത ഹാൾ എന്ന് പറയുന്നത് ഒരു 1940 മുതൽ ഇപ്പം വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഏവിയേഷനിൽ നടന്ന ഗ്രോത്താണ് അവർ കാണിച്ചു തരുന്നത്. അതായത് അതിലുള്ള ഓരോ റൂമിലും ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ ഈ എയർക്രാഫ്റ്റിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിട്ടുള്ളതെന്നാണ് അവിടെ കാണിച്ചു തരുന്നത്. അതായത് പണ്ട് നമ്മൾ ഈ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാലം മുതൽ ഓരോ എയർക്രാഫ്റ്റ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്തും അതിൻ്റെ ഓരോ പാർട്സും എങ്ങനെയാണ് അവരുണ്ടാക്കിയത്, അതുണ്ടാക്കാൻ എത്ര ആളുകൾ വേണ്ടി വന്നിട്ടുണ്ട്, അവരുടെ ഒരു വർക്കിങ്ങിൻ്റെ കുറേ ഫോട്ടോസ്, അത്രയും കാലം മുന്നേ നടന്നിട്ടുള്ള വർക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഫോട്ടോസ്, ആ സമയത്ത് ഒരുപാട് ആളുകൾ ഇത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്, അന്നത്തെ കാലത്ത് ഈ വിസിറ്റേഴ്സ്, അതുപോലെ തന്നെ അവരുടെ എന്തൊക്കെയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് ഈ ഹാളുകളിലുള്ള ഓരോ റൂമിലും നമുക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ അത്രയും വർഷം മുൻപ് മുതൽ ഇപ്പോൾ വരെ, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വന്നിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചിട്ട് വരെയുള്ള ഡീറ്റെയിൽസും, അതുപോലെ ഓരോ എയർക്രാഫ്റ്റുകൾ, പണ്ട് മുതലുള്ള എയർക്രാഫ്റ്റുകളുടെ അവരുടെ ഡിസൈനുകൾ, അതാര് ഡിസൈൻ ചെയ്തു, ആ ഡിസൈൻസിന് പിന്നിലുള്ള സ്റ്റോറീസ്, അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് വരെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ വരെയാണ് ഓരോ ഹാളുകളിലുള്ള ഓരോ വിവരത്തിലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.